ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ മകരജ്യോതി ദർശിച്ച് പതിനായിരങ്ങൾ. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമാകുമ്പോൾ ഇടുക്കി ജില്ലയിലെ പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നീ സ്ഥലങ്ങളിലും മകരജ്യോതി ദൃശ്യമാകുന്നു. ഈ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വൻ ഭക്തജനത്തിരക്കാണ് ഉണ്ടായിരുന്നത്. കൃത്യം 6:46 തന്നെ മകരജ്യോതി ദൃശ്യമായി. മകരജ്യോതി ദർശിക്കാൻ പരുന്തുംപാറയിൽ 3000-ലധികം ഭക്തജനങ്ങൾ തടിച്ചുകൂടി. പുല്ലുമേട്ടിൽ മകരവിളക്ക് ദൃശ്യത്തിൻ്റെ പുണ്യം തേടി 8000-ലധികം ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. മകരജ്യോതി ദൃശ്യമാകുന്ന പാഞ്ചാലിമേട്ടിലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ മകരജ്യോതിയുടെ സായുജ്യം തേടിയെത്തി. ഈ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ആവശ്യമായ മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളും വാഹന സൗകര്യവും ഒപ്പം അടിസ്ഥാന സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 1000-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേന്ദ്രങ്ങളെല്ലാം തന്നെ പ്രവർത്തന സജ്ജമായിരുന്നു. മകരജ്യോതി സംരക്ഷണത്തിനായിട്ട് പീരുമേട് ലൈവ് ന്യൂസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പരുന്തുംപാറയിലാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മകരജ്യോതി ദർശനത്തിന് ഇടുക്കി ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് പരുന്തുംപാറ. ഇതിനോടകം തന്നെ പുല്ലുമേട്ടിലും നമ്മുടെ പാഞ്ചാലിമേട്ടിലും ഒക്കെ ഭക്തജനങ്ങൾ അയ്യപ്പജ്യോതി ദർശനത്തിനായിട്ട് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ എല്ലാ കൊല്ലത്തെയും പോലെ ഈ കൊല്ലവും പരുന്തുംപാറയിൽ നിന്ന് മകരജ്യോതി അയ്യപ്പ ഭക്തർക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു സന്തോഷ വാർത്ത കൂടി പീരുമേട് ലൈവിന് ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്, കഴിഞ്ഞ മകരജ്യോതി ദിവസത്തിലാണ് പീരുമേട് ലൈവിൻ്റെ തുടക്കം എന്നുകൂടി പങ്കുവെച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ സംരക്ഷണത്തിലേക്ക് കടക്കുകയാണ്. ഈ കൊല്ലവും കൃത്യം 6 ഉണ്ടാവുക എന്നാണ് അറിയിപ്പുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര ഏതാണ്ട് സന്നിധാനത്തിലേക്ക് എത്താറായിട്ടുണ്ട്. 6 മണി കഴിയുമ്പോൾ ഏതാണ്ട് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും. തങ്ക അങ്കി ചാർത്തിയുള്ള അയ്യപ്പൻ്റെ പൂജയ്ക്കൊപ്പം പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതി കാണാൻ ഇവിടെ ഒട്ടനവധി ആൾക്കാർ, ഭക്തജനങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല പതിവ് പോലെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ ഇവിടെ ഇതിനോടകം തന്നെ അവർ എത്തിയിട്ടുണ്ട്. എനിക്ക് പിന്നിലായി കാണുന്ന ആ മലനിരകളാണ് പൊന്നമ്പല മലനിരകൾ എന്ന് പറയുന്നത്. ആ പൊന്നമ്പല മലനിരകളിലാണ് കൃത്യമായും മകരജ്യോതി എല്ലാ വർഷവും തെളിയാറുള്ളത്. അപ്പോൾ ആ കാഴ്ചകൾ നമുക്ക് പീരുമേട് ലൈവിൻ്റെ പ്രേക്ഷകരിൽ നിന്നും സംരക്ഷണം ചെയ്യാൻ കഴിയും എന്ന് തന്നെ വിശ്വസിക്കുന്നു. എനിക്ക് ഒപ്പം ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ പീരുമേട് ലൈവിൻ്റെ വാർത്തകൾ കണ്ടുകൊണ്ട് വന്നിട്ടുള്ള കുറേ സുഹൃത്തുക്കൾ ഇപ്പോൾ നമുക്കൊപ്പം ഇവിടെ ചേർന്നിട്ടുണ്ട്. അവർ നമ്മളോട് സംസാരിച്ചിരുന്നു. കഴിഞ്ഞ കൊല്ലവും ഇവർ ഏതാണ്ട് അപ്പോൾ നമ്മുടെ മകരജ്യോതി ദർശനം നമ്മുടെ പീരുമേട് ലൈവിലൂടെ കണ്ടതിന് ശേഷം ഈ വർഷം പരുന്തുംപാറയിൽ വന്നാൽ കൃത്യമായി മകരജ്യോതി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളാണിവർ. ഒത്തിരി ഭക്തജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ റവന്യൂ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ പഞ്ചായത്ത് സംവിധാനങ്ങളുടെയും ഒക്കെ ഒരു ക്രോഡീകരണം ഈ കൊല്ലവും ഇവിടെ ഒരുക്കങ്ങളെല്ലാം തന്നെ നടന്നിട്ടുണ്ട്. ഇവിടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനൗൺസ്മെന്റുകൾ നടക്കുന്നുണ്ട്. അവിടെ ശബരിമലയുടെ തത്സമയ സംരക്ഷണം LED വാൾ വഴി കാണിക്കുന്നുണ്ട്. സന്ധ്യ മയങ്ങുന്നതോടുകൂടി പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതി കാണുവാനും ആ മകരജ്യോതിയുടെ സായുജ്യം അടയുവാനുമായിട്ട് ഒട്ടനവധിയായ ഭക്തജനങ്ങളും ആ മകരജ്യോതിയുടെ ദർശനം ഒന്ന് കാണുവാനായിട്ട് ഒട്ടനവധിയായ ആൾക്കാരുമാണ് പരുന്തുംപാറയിൽ എത്തിയിട്ടുള്ളത്. 6:45 തന്നെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. മകരജ്യോതി ദൃശ്യമാകുന്ന എല്ലാ കേന്ദ്രങ്ങളിലും ഭക്തിസാന്ദ്രമായ നിമിഷത്തിൽ മകരജ്യോതി വണങ്ങി അയ്യപ്പ ഭക്തർ മലയിറങ്ങി. ന്യൂസ് ബ്യൂറോ പീരുമേട് ലൈവ്.